പ്രത്യേകിച്ച് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വള്ളംകളികളുണ്ട്, ഉത്സവങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം ഞങ്ങൾ ആഘോഷിച്ച് പൊടിക്കുന്ന ആളുകളാണ്. ഞാനുള്ളത് തമിഴ്നാട്ടിലൊന്നുമല്ല, കഞ്ഞിക്കുഴിയിലാണ്. വലിയ ജൈവ പച്ചക്കറി കൃഷിയിലൊക്കെ വലിയ വിപ്ലവം നടന്ന കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ വിരിഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പൂക്കളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഓണത്തിന് ഏകദേശം ഒരു 3000 കിലോയോളം പൂക്കൾ വിൽക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ഓണത്തിന് പൂക്കളമില്ലാതെ വലിയ ആവശ്യം. ഇത് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തോട്ടത്തിലേക്ക് ആർക്കും വരാം, ഫോട്ടോ എടുക്കാം. ദാ ഓണമൊക്കെ തെറ്റമായി. ഓണം എന്തായി? പോവാണോ? പൂ മേടിക്കാൻ വന്നതാണോ? നാളെ മേടിക്കാൻ വരുമോ? എന്ത് പൂ മേടിച്ചോ? എന്താ മേടിക്കാഞ്ഞ്? പറിച്ചെടുക്കുവാണോ? ഇങ്ങനെ കുട്ടികളൊക്കെ വന്ന് വലിയ ആഘോഷത്തിലാണ്. അതൊരു പാർക്കൊക്കെ പോലെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കർഷകർക്കൊക്കെ ഒരു പുതിയ വരുമാന മാർഗമൊക്കെ ആയിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അങ്ങ് മാറിയ ആളുകളൊക്കെ നിൽപ്പുണ്ട്. അവിടേക്ക് പോകാൻ തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ആളുകൾ പൂ മേടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞങ്ങൾ മുഹമ്മദായിരുന്നു. എന്താ ഇവിടെ വന്ന് മേടിക്കുന്നത്? ഇവിടെ മേടിക്കുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് പുള്ളിക്കാരൻ ഈ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാ വർഷവും വന്ന് മേടിക്കും. ഇപ്പോൾ പുറത്ത് തമിഴ്നാട്ടിനൊക്കെ തന്നെ പൂവിനൊക്കെ ഒത്തിരി വിലയാവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്രയും വിലയില്ല. നമുക്ക് ഇത്രയും 300 രൂപയ്ക്ക് നമുക്ക് 5 ഐറ്റം പൂവുണ്ട്. നമുക്ക് 5 ഐറ്റം പൂവിന് നമുക്ക് വെറും 300 രൂപയുള്ളൂ. അതൊരു 2 കിലോയുടെ അടുത്തുള്ള പൂവുണ്ട്. നമുക്ക് ഒരു പൂക്കളം ഭംഗിയായിട്ടിടാം, നന്നായിട്ടിടാം. നന്നായിട്ടിടാന്ന് വെച്ചാൽ നമുക്കിത് വെളിയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പൈസയാവും. മനസ്സിലായി? പലതരത്തിലുള്ള ബന്ദിയുണ്ട്, വാടാമുല്ലയുണ്ട്, റോസാപ്പൂ ഉണ്ട്. റോസാപ്പൂ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. 5 ഐറ്റം പൂവാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇപ്പം 300 രൂപയുള്ളൂ. കാരണം നമുക്ക് ഇപ്പം തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിന്നൊക്കെ വഴിയരികിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഒത്തിരി വിലയാകും. ഇപ്പം ഇവിടെ ആകാൻ നേരത്ത് നമ്മൾ ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ്. നമ്മളിപ്പോൾ 5 വർഷമായിട്ട് ഇവിടെ വന്നാണ് പൂ വാങ്ങിക്കുന്നത്. ഈ തോട്ടത്തിൽ നിന്ന് റോസാപ്പൂ ഇവിടുന്നല്ല, റോസാപ്പൂ ആഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്താണ്. കർഷകൻ സുനിലേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം ആയി വരുന്നത്. ഇപ്പോൾ അത്തത്തിന് തുടങ്ങിയ കച്ചവടമാണ്. നമ്മൾ അന്നോട്ട് വിളവെടുപ്പ് തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇന്നും നാളായിട്ട് എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവിന് വലിയ വിലയാണ്. പക്ഷേ നമുക്ക് പൂവിന് ഇപ്പോൾ ഈ ബന്ദി എന്ന് പറയുന്നത് 150 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 2 കളറുണ്ട്. പിന്നെ വാടാമുല്ലുണ്ട്, പിന്നെ ബന്ദിയുടെ തന്നെ വെള്ളയുണ്ട്. അങ്ങനെ നമ്മളിവിടെ പൂക്കൃഷി ചെയ്തപ്പോൾ നമുക്ക് ആദ്യം നല്ല കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, മഴയുണ്ടായിരുന്നു. മഴ മാറി ഇപ്പോൾ വെയിലൊക്കെ വന്ന് വീണ്ടും ചെറിയൊരു മഴ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാരെല്ലാം വരുന്നുണ്ട്, നമ്മുടെ പൂക്കൾ വാങ്ങുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സപ്പോർട്ട്. അതുകൊണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കഞ്ഞിക്കുഴി കൃഷിഭവനൊക്കെ നമ്മുടെ പൂവും തമിഴ്നാട് പൂവും തമ്മിൽ ഏകദേശം എത്ര രൂപ?